മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുതുക്കിപ്പണിത ചരിത്ര സ്മാരകങ്ങളുടെയും വിവിധ ആരാധനാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെയും ഉദ്ഘാടനം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സംസ്ഥാന പൈതൃക അവശേഷിപ്പുകളെ വീണ്ടെടുക്കാനുള്ള പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. പറവൂർ പാലിയം ഊട്ടുപുരയിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അധ്യക്ഷനായിരുന്നു. മുസിരീസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഭാഗമായി പുതുക്കിപ്പണിത പാലിയം ഊട്ടുപുര, കൊക്കർണി എന്നിവയുടെയും ചേന്ദമംഗലം ഹോളിക്രോസ് പള്ളി, വിവിധ ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്നിവയാണ് പാലിയം ഊട്ടുപുരയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായി ഈ പദ്ധതിയെ മാറ്റിക്കൊണ്ട് ടൂറിസം ഡയറക്ടർ തന്നെ നേരിട്ട് ഈ പദ്ധതിയുടെ റിവ്യൂ നടത്തി മുന്നോട്ട് പോകുവാനുള്ള തീരുമാനം ടൂറിസം വകുപ്പ് കൈക്കൊള്ളുന്നു എന്ന വിവരവും ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുസിരീസ് പദ്ധതിക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയം മറന്ന് മുഴുവൻ ആളുകളും ഒന്നിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പോൾ ഈ മുസിരീസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പോർട്ട് സിറ്റി ഉണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം മാത്രമല്ല, അത് സാംസ്കാരികമായ ഇടപെടലുകൾ കൂടി ഉണ്ടായിരുന്നു പരസ്പരം. കൊടുങ്ങല്ലൂർ മുതൽ പറവൂർ വരെയുള്ള പ്രദേശങ്ങളിലെ വിവിധ പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി 2007 മുതലാണ് വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ മുസിരീസ് പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ജെസ്യൂട്ട് പാതിരിമാർ 1577 നിർമ്മിച്ച ഹോളിക്രോസ് പള്ളിയുടെ പുരാതന പ്രൗഢിക്ക് കോട്ടം വരുത്താതെയാണ് നവീകരിച്ചിട്ടുള്ളത്. പാലിയച്ചനായിരുന്ന അഷ്ടമിയച്ചന്റെ കാലത്ത് നിർമ്മിച്ച പാലിയം ഊട്ടുപുരയും സമീപത്തെ ജലസ്രോതസ്സായ കൊക്കർണിയും നാശോന്മുഖമായ അവസ്ഥയിലായിരുന്നു. മുസിരീസ് പദ്ധതിയുടെ ഭാഗമായി ഇവയും നവീകരിച്ചു. മീഡിയ 1 കൊച്ചി.